നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഓരോ അദാലത്തുകളും ജനങ്ങളെ ഭരണ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷിക ക്ഷേമ കർഷക വകുപ്പ് മന്ത്രി പി പ്രസാദ്. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം DCC ഹാളിൽ നടന്നു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TB സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന് മുന്നോടിയായും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. വാർത്തകൾ വിശദമായി. ഓരോ അദാലത്തുകളും ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷിക ക്ഷേമ കർഷക വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് അദാലത്തുകളെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാന്മാർ. ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനമാണ് അദാലത്തുകൾ. പരാതിക്കാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് അദാലത്തിൽ നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാവേലിക്കര താലൂക്ക് അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞങ്ങൾ വോട്ട് കിട്ടി ജയിക്കുന്നത് കൊണ്ട് മന്ത്രിയായി, PSC എഴുതുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥരായി തീരുന്നില്ല. ഇത് രണ്ടിൻ്റെയും ഒരറ്റത്ത് ജനം എന്നുള്ളതുണ്ട്. ജനാധിപത്യ പ്രക്രിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ വർഷം നിയമിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനവും കേരളമല്ല, ജനസംഖ്യയിലും കേരളമല്ല. പക്ഷെ കേരളമാണ് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഏറ്റവും കൂടുതൽ PSC നിയമനം കൊടുക്കുന്ന സംസ്ഥാനം. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ്. നമ്മൾ ഏതാണ്ട് ഒരു 40,000-ഓളം പേരെ നിയമിച്ചപ്പോൾ 12,000 പേരെയാണ് തമിഴ്നാട് നിയമിച്ചിട്ട് തമിഴ്നാട് 2ാം സ്ഥാനത്ത്. നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാലതാമസം കൂടാതെ പ്രവർത്തിക്കാനും ജനങ്ങളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണം. നിയമവും ചട്ടവും ജനങ്ങളെ സഹായിക്കാനുള്ളതാണ്, ദ്രോഹിക്കാനല്ല. ഒരു ഫയലും അനാവശ്യമായി വെച്ച് താമസിപ്പിക്കരുത്. കാലതാമസം അഴിമതി തന്നെയാണ്. ജില്ലയിലെ 5 അദാലത്തുകൾ പൂർത്തിയായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. MS അരുൺകുമാർ MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, മാവേലിക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ശ്രീകുമാർ, തഹസിൽദാർ TS ഗീതാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിരാദാസ്, രജനി S, ഡെപ്യൂട്ടി കളക്ടർ H രൂപേഷ്, RDO J മോബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C സുധാകരക്കുറുപ്പ്, ഡോക്ടർ K മോഹൻകുമാർ, വിജയമ്മ ഫിലേന്ദ്രൻ, ഷീബ സതീഷ്, സ്വപ്ന സുരേഷ്, B വിനോദ്, KR അനിൽകുമാർ, G വേണു, D രോഹിണി, K ദീപ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി, KG സന്തോഷ്, അഡ്വക്കേറ്റ് B തുഷാര, G ആതിര, മഞ്ജുളാദേവി, നഗരസഭാ കൗൺസിലർ ശാന്തി അജയൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 10 മണിയോടെ അദാലത്ത് ആരംഭിച്ചു. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ആലപ്പുഴ DCC ഹാളിൽ നടന്നു. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക, ശമ്പള പരിഷ്കരണ അനോമലികൾ പരിഹരിക്കുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ സമയക്ലിപ്തത പാലിക്കുക തുടങ്ങിയ പ്രമേയങ്ങളോടെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. DCC ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം മാറ്റാൻ വെള്ളത്തിൽ വരച്ച വര പോലെ വാഗ്ദാന ലംഘനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കാര്യം ചെയ്യുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ അവർക്ക് ഈ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നെല്ലിന്റെ സംഭരണ വില കൊടുക്കാത്ത ഒരു സർക്കാരിനെതിരെ
ശക്തമായി വാക്കുകൾ പറയാൻ, അതുവഴി നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ, ഒപ്പം എത്രയോ ആനുകൂല്യങ്ങൾ വ്യവസ്ഥാപിതമായി ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയതിനെ കുറിച്ച് പറയാതിരിക്കുന്ന അവരുടെ തന്നെയായ കുറിച്ചാണെങ്കിലും ദേവസ്വങ്ങളാണെങ്കിലും മറ്റാനുകൂല്യങ്ങളും മുടക്കിയ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏക ഗവൺമെന്റിനെ കുറിച്ചൊന്നും ഉരിയാടാതെ അതിന് പകരം കൃഷിയിലേക്ക് മടക്കുന്നത് കാഴ്ച കണ്ടപ്പോൾ കൃഷി മറ്റൊരു തരത്തിലെ അസോസിയേഷൻ രക്ഷാധികാരിയും KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ A. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. ബിജു മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ B. രാകേഷ്, ജോയൽ സിംഗ്, KR ദാസ്, AV ജോർജ്, എലിസബത്ത് ജോൺ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. സുമേഷ് സ്വാഗതവും കേന്ദ്ര കമ്മിറ്റി അംഗം R. രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ KK ജയമ നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറേയധികം പദ്ധതികൾ നമുക്കുണ്ടായിരുന്നു. ഈ പദ്ധതികളൊക്കെ അതിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും വർക്കുകൾ ടെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. നമുക്ക് ഫണ്ട് താമസിച്ചാണ് വന്നത്. ആ ഫണ്ട് താമസിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും DPC കൂടി അതിൻ്റെ അംഗീകാരം കിട്ടുന്ന നിലയിലേക്ക് 16-ാം തീയതിയാണ് അവസാന DPC കൂടി അതിൻ്റെ അംഗീകാരം കിട്ടുന്നത്. എല്ലാത്തിനും നമ്മൾ വെച്ചിട്ടുള്ള എല്ലാത്തിനും അംഗീകാരം കിട്ടും. അതുകൊണ്ട് തന്നെ വാർഡിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട വർക്കുകൾ പോലും, റിവിഷൻ നടത്തേണ്ട വർക്കുകൾ പോലും മാറ്റിവെച്ചിട്ട് അതെല്ലാം തന്നെ ഈ റിവിഷനിൽ അംഗീകരിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വരികയാണ്. നമുക്ക് ഒട്ടനവധിയായ പരിമിതികളുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി തന്നെയാണ് നമുക്ക്. ജില്ലാ ആസൂത്രണ സമിതി അംഗം DP മധു വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, നസീർ പുന്നക്കൽ, MR പ്രേം, AS കവിത, R വിനിത, മുൻ നഗരസഭാ അധ്യക്ഷ സൗമ്യരാജ്, കൗൺസിലർ B മെഹബൂബ്, നഗരസഭാ എഞ്ചിനീയർ ഷിബു നാൽപ്പാട്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സീതാരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ കൗൺസിലർമാർ, CDS, ADS ചെയർപേഴ്സൺമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായും തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു യോഗം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 150 ദിവസം പിന്നിടുന്നു. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കുമെന്ന LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുക, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശത്ത് മദ്യശാലകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുക, പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ LP ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു വന്നിരുന്നത്. തുടർ പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായി മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 29 സ്ഥാനത്ത് എത്രയോ പെരുകി. ഒരു 4 കോടി ലക്ഷമുള്ള കണക്ക് 859 ഇപ്പൊ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വെബ്സൈറ്റിൽ അനുവദിക്കുന്ന പുതിയ വാർഡുകളുടെ വിവരങ്ങളൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് എത്ര അനുവദിച്ചു എന്ന് ഒരു രേഖയുമില്ല. ഒട്ടും സുതാര്യമല്ല, വളരെ ഗോപ്യമാണ്, രഹസ്യ സ്വഭാവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ നടപടികളിൽ സുതാര്യമായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ മാഫിയയ്ക്ക് വേണ്ടി, മദ്യമാഫിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങൾ അതൊന്നും പരിഹരിക്കാൻ, അതിലേക്ക് ശ്രദ്ധിക്കാൻ ഈ സർക്കാരിനെ
മദ്യവിരുദ്ധ മുന്നണി സംസ്ഥാന ചെയർമാനും മാവേലിക്കര രൂപതാ ബിഷപ്പുമായ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ജനറൽ കൺവീനർ ഇയാചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മുൻ MLA-മാരായ A. ഷുക്കൂർ, അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, KCBC മദ്യവിരുദ്ധ സമിതി ആലപ്പുഴ രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് ഷൈജു, നാസർ ആറാട്ടുപുഴ, KK സഫിയ, ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. സമരസമിതി ചെയർമാൻ BR കൈമൽ കരുമാടി സ്വാഗതവും ജനറൽ കൺവീനർ സിബി ഡാനിയൽ നന്ദിയും പറഞ്ഞു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. കൊല്ലംകടവ് ശംഭു ഭവനത്തിൽ T. ഉഷ ഏക വരുമാനദായകൻ മരിച്ചതിനുള്ള ധനസഹായം തേടി ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷം തികയുന്നു. ഉഷയും 90% വൈകല്യമുള്ള മകനും 3 മക്കളുള്ള മകളും ചേർന്നതാണ് ഉഷയുടെ കുടുംബം. വല്ലപ്പോഴും തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ക്ഷേമ പെൻഷനുമാണ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ താങ്ങായിട്ടുള്ളത്. നിലവിലെ സ്ഥിതി ചോദിച്ചറിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഇത്തരത്തിലുള്ള കുടുംബത്തിന് നൽകുന്ന ആശ്വാസ ധനസഹായമായ 2 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിടുകയായിരുന്നു. മകനെ ശുശ്രൂഷിക്കേണ്ട സാഹചര്യത്തിൽ ഒരാൾ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സഹായം വലിയ ആശ്വാസമാകുമെന്ന് ഉഷ പറഞ്ഞു. കൃത്യമായി മസ്റ്ററിംഗ് നടത്താത്തതിനാൽ ക്ഷേമ പെൻഷനും തടസ്സം നേരിട്ട് വരികയായിരുന്നു. ഉഷയുടെ ഈ ആവശ്യത്തിനും എത്രയും വേഗം പരിഹാരം കാണണമെന്ന് മന്ത്രി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ മിഷൻ ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് പെൻഷനുള്ള തടസ്സം നീക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഏറെക്കാലമായുള്ള ആവശ്യത്തിന് പരിഹാരം കണ്ട ആശ്വാസത്തിലാണ് ഉഷ. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ അദാലത്തുകളും ജനങ്ങളെ ഭരണ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷിക ക്ഷേമ കർഷക വകുപ്പ് മന്ത്രി P. പ്രസാദ്. മാവേലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PF ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളുമായി കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ 20ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം DCC ഹാളിൽ നടന്നു. ആലപ്പുഴ നഗരസഭ 2025-26 വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആലപ്പുഴ TB സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സമരം 150 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി തുടർ സമരങ്ങൾ ശക്തമാക്കുന്നതിന് മുന്നോടിയായും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ MP VM സുധീരൻ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കൊല്ലം കടവ് സ്വദേശിനി ഉഷയ്ക്കും ഭിന്നശേഷിക്കാരനായ മകനും അടങ്ങുന്ന കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.